ബി.എൻ. ഹസ്കർ, ഇന്നിപ്പോൾ വിഭജന ഭീതി അനുസ്മരണ ദിവസം ആചരിക്കരുത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സർക്കുലർ കേരളത്തിലെ വിവിധ സർവകലാശാലകളുടെ പ്രിൻസിപ്പാൾമാർക്ക് അയച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ സർക്കുലറിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, വിഭജന ഭീതി അനുസ്മരണ ദിവസ് ആചരിച്ചാൽ അത് ഈ നാടിൻ്റെ മതേതര സ്വഭാവം ഇല്ലാണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട, ഈ രാഷ്ട്രത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ എന്ത് സംഭവിച്ചുവെന്ന് അടുത്ത തലമുറയെ അറിയിക്കുന്ന ഒരു ദിനം ആചരിച്ചാൽ എങ്ങനെയാണ് ഈ നാടിൻ്റെ മതേതരത്വ സ്വഭാവത്തെ അത് ബാധിക്കുന്നത്? ഹസ്കർ, അങ്ങനല്ല. ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി മാറ്റുക എന്നുള്ളതാണ്. മതേതരത്വം എന്നും മതനിരപേക്ഷത എന്ന് പറയുന്ന രണ്ട് വാക്കുകളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഹിന്ദുത്വ അജണ്ടയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഒരു വസ്തുതയാണ്. അപ്പോ സ്വാഭാവികമായി ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്ന നമുക്ക് വിഭജനത്തിന്റെ ഉണങ്ങാത്ത മുറിവുകളിൽ ഉപ്പു തേക്കുന്നതിനു വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു ആഘോഷ പരിപാടി ആഘോഷിക്കണം എന്ന ആഹ്വാനത്തിലൂടെ വരുന്നത്. അത് കൃത്യമായും രാജ്യത്ത് ജനങ്ങളെ രണ്ടായി തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് എന്നുള്ളതിന് എന്തൊക്കെയാണ് ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് അടർത്തിയെടുത്താൽ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വിഭജനം ഒരു കാലത്തും അംഗീകരിക്കപ്പെടേണ്ടത് ആയിരുന്നില്ല എന്നൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ 1940 മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നിലപാട് അങ്ങനെയാണോ? രാജ്യത്തെ 16 കഷ്ണമായി വിഭജിക്കണമെന്നല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിരുന്നത് 1942? അതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതൊരു ചരിത്രപരമായി അത് ഈ വിഷയത്തിൽ ഒതുങ്ങുന്നതുമല്ല. നമുക്ക് 1940 മുസ്ലിം ലീഗും ജിന്നയും ഇന്ത്യ ദുരാഷ്ട്ര വിഭജനത്തെ സംബന്ധിച്ചുള്ള പ്രമേയം അംഗീകരിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് RSSും അതുപോലെ തന്നെ ഹിന്ദു മഹാസഭയും ദുരാഷ്ട്രവാദം അംഗീകരിച്ചു എന്ന് ചരിത്രത്തിൽ നിരവധി തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. നാം അഥവാ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു എന്ന് ഗോൾവാർക്കറിന്റെ പുസ്തകത്തിൽ തന്നെ വളരെ കൃത്യമായി ഹസ്കർ, അവിടെയാണ് നേരത്തെ സേനാപതി വേണു ചോദിക്കുമ്പോഴും ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് അവിടെയാണ്. അതായത് ഈ 1906 രൂപം കൊണ്ട, ഇന്നത്തെ ബംഗ്ലാദേശിലുള്ള ധാക്കയിൽ രൂപം കൊണ്ട മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന അന്ന് മുതൽ മുസ്ലിം സമൂഹത്തിന് ഇവിടെ ജീവിക്കാൻ കഴിയില്ല, അവർക്കൊരു പരമാധികാര രാഷ്ട്രം വേണമെന്ന വാദം എന്ന് 1906 മുതൽ ഉയർത്തുകയാണ്. നിങ്ങൾ ഈ പറയുന്ന RSS 1925 രൂപം കൊണ്ടൊരു സംഘടനയല്ലേ? അല്ല ഗൗതം, അതിന്റെ ചരിത്രത്തെ വസ്തുതാപരമായി സമീപിക്കുക. 1906 മുസ്ലിം ലീഗ് രൂപപ്പെടുന്നത് ഈ രാജ്യം ഒരേ രാജ്യമായി നിൽക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലുള്ള മുസ്ലിങ്ങളുടെ അവകാശത്തിനു വേണ്ടി മാത്രമാണ്. 1940 മാത്രമാണ് മുസ്ലിം ലീഗ് ദ്വരാഷ്ട്രവാദം അംഗീകരിക്കുന്നതും പ്രമേയം പാസ്സാക്കുന്നതും. അതിനും എത്രയോ അതേ ദ്വരാഷ്ട്രവാദം അംഗീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ബംഗാളിൽ ഹിന്ദു മഹാസഭയുടെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജി ബംഗാളിൽ മുസ്ലിം ലീഗ് നേതാവുമായി മന്ത്രിസഭയിൽ അംഗമായിരുന്നു. സിന്ധ് പ്രവിശ്യയിൽ നേരത്തെ സൂചിപ്പിച്ച BJP ഹിന്ദു മഹാസഭയുടെ പ്രതിനിധികൾ അംഗങ്ങളായിരുന്നു. സിന്ധു അസംബ്ലിയിൽ വളരെ കൃത്യമായി ഇന്ത്യ വിഭജനത്തെ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കുന്ന ഘട്ടത്തിൽ രാജിവെക്കുന്നതിന് പോലും അന്ന് ഹിന്ദു മഹാസഭയുടെ അംഗങ്ങൾ തയ്യാറായിരുന്നു. അതിന്റെ അർത്ഥം മുസ്ലിം ലീഗുമായി ഹിന്ദു മഹാസഭയ്ക്ക് ചേരുന്നതിന് യാതൊരു ഘട്ടത്തിലും മടിയുണ്ടായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ നിരവധി വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ട്. മതേതര ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു എല്ലാ കാലത്തും ഹിന്ദു മഹാസഭയും RSSും ആഗ്രഹിച്ചിരുന്നത്. എന്താണ് ചരിത്രം? ഇന്ത്യ മുറിക്കണം എന്ന് RSS എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് പറയാമോ? ഏത് രേഖ ഉദ്ധരിച്ചാണ് അങ്ങ് പറയുന്നതെന്ന് പറയാമോ? അങ്ങ് പറഞ്ഞല്ലോ 1940 മുമ്പ് RSS പറഞ്ഞു, ഹിന്ദു മഹാസഭ പറഞ്ഞു എന്ന്. എവിടെയാണ്, എപ്പോഴാണ് പറഞ്ഞതെന്ന് എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കാമോ? 1923 ഇറങ്ങിയ എന്താണ് ഹിന്ദുത്വ എന്ന ഗോൾവാർക്കറുടെ പുസ്തകം പരിശോധിക്കും. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി ദുരാഷ്ട്രവാദത്തെ അംഗീകരിക്കുന്നുണ്ട്. RSS രൂപീകരിക്കുന്നത് 1925 അല്ലല്ല, വി എന്നാണ് ഇറങ്ങിയത്. നാഷൻഹുഡ് ഡിഫൈൻഡ് എന്നാ ഇറങ്ങിയത്. 1923 നാഷൻഹുഡ് ഡിഫൈൻഡ് എന്നാ ഇറങ്ങിയത്. ഫസ്റ്റ് പ്രിന്റ് ഇറങ്ങുന്നത് 1923 ആണോ?
ആണ്. പരിശോധിക്കുക നിങ്ങൾ. എന്റെ സാറേ, RSS ഉണ്ടാകുന്നത് 925-ലാണ്. 1938-ലാണ് RSS ഉണ്ടായതിന് മുമ്പേ ഗോൾവൽക്കറില്ലേ? ഗോൾവൽക്കർ. അതും എന്റെ സാർ ഒന്ന് മനസ്സിലാക്കൂ. താങ്കൾ ആദ്യം അത് പുസ്തകം ഒന്ന് നോക്കൂ. താങ്കൾ കാണാത്തൊരു പുസ്തകത്തെ കുറിച്ച് താങ്കൾ പറയുകയാണ്. 1936 ഗണേശ് റാവു, അതായത് സവർക്കറിന്റെ സഹോദരനാണ് ഈ പുസ്തകം. അതിന്റെ ഒറിജിനൽ, അതിന്റെ വിവർത്തനമാണ്, സ്വതന്ത്ര വിവർത്തനമാണ് ഗോൾവൽക്കർ ചെയ്യുന്നത്. ആ പുസ്തകം 1938-ലാണ് ഇറങ്ങുന്നത്. 1938-ലാണ്. താങ്കൾ പറയുന്ന 1923 എന്ന് പറയുന്നത് സവർക്കറിന്റെ ഹിന്ദുത്വ എന്ന പുസ്തകമാണ്. സവർക്കർ അപ്പോൾ RSS തുടങ്ങിയിട്ടില്ല. 1925-ലാണ് RSS തുടങ്ങുന്നത്. ഈ ഹിന്ദുത്വ എന്ന പുസ്തകത്തിൽ എവിടെയും മുസ്ലിം ഈ രാജ്യം വെട്ടിമുറിക്കണം, രണ്ടാവണം എന്ന് പറഞ്ഞതായിട്ട് താങ്കൾക്ക് ഒരു വരി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഹിന്ദുത്വ എന്നുള്ള പുസ്തകം എന്റെ കയ്യിലുണ്ട്, എന്റെ കയ്യിലുണ്ട് ഇപ്പോ. അത് ഞാൻ എടുക്കാം. ഒരു വരി ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? താങ്കൾക്കറിയോ ഞാനിവിടെ പറഞ്ഞത് 1880-കൾ മുതൽ ഈ രാജ്യത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രണ്ട് രാജ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. 1880-കൾ മുതൽ 1906 പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവശ്യപ്പെട്ടില്ലേ? മതാടിസ്ഥാനത്തിൽ ലീഗല്ലേ ആവശ്യപ്പെട്ടത്? നിങ്ങൾ എന്താ ലീഗിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാൻ തയ്യാറാവാത്തത്? ലീഗ് ആണ് വിഭജനത്തിന്റെ വിത്ത് വിതച്ചത് എന്ന് പറയാൻ ഇതുവരെ സേനാപതി വേണുവോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹസ്കറോ തയ്യാറായോ? ഇല്ലല്ലോ, ഇതുവരെ തയ്യാറായില്ലല്ലോ. ലീഗ് ചെയ്ത ഡയറക്റ്റ് ആക്ഷനെ വെള്ളപൂശുക, ലീഗ് കൂട്ടക്കൊലകളെ വെള്ളപൂശുക, ഇതാണ് ഹസ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലല്ല. RV ബാബു ഒരു കാര്യം മനസ്സിലാക്കുക. ലീഗ് എന്ന് നിങ്ങൾ ആവർത്തിച്ച പറയുമ്പോ അത് ഇന്നിപ്പോ കേരളത്തിലുള്ള അല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ല. ഒന്ന് മുസ്ലിം ജിന്നയുടെ ലീഗ് നടത്തിയിട്ടുള്ള ലീഗ് തന്നെയാണ് സാർ. ഒരിക്കലല്ല, ആ ലീഗ് തന്നെയാണ്. അതല്ല, നിങ്ങൾ ഒരേ കണ്ണാടി ആശയം അതാണ്. നിങ്ങൾ ഒരേ കണ്ണാടി വെച്ച് നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്. നിങ്ങൾ ആ കണ്ണാടി മാറ്റി കേരളത്തിലെ ലീഗിനെ വസ്തുതാപരമായി പരിശോധിച്ചാൽ, ആ ലീഗിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ജിന്നയുടെ ലീഗും കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും രണ്ടായി തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ബാബറി മസ്ജിദ് തകർന്നു വീഴുന്ന കാലങ്ങളിൽ, ആ കാലഘട്ടത്തിൽ കേരളത്തിൽ ഒരു തരത്തിലുമുള്ള മതസ്പർദ്ധയോ വർഗീയ കലാപങ്ങളോ ഉണ്ടാകാതിരിക്കുന്നതിന് ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തിയ ഒരു പ്രസ്ഥാനം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത്? മലപ്പുറം ജില്ലയിലൊക്കെ വ്യാപകമായി ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മലപ്പുറം ജില്ലയിലൊക്കെ വ്യാപകമായി ആക്രമണം നടന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് 5 പേര്. ഒരു പക്ഷെ കേരളം മറ്റൊരു വിഭജന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഭീകരമാകുന്ന തരത്തിലേക്ക് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ചപ്പോ. ആ പൊള്ളിച്ച സമയത്താണ് കേരളത്തിൽ ലീഗ് എടുത്ത സമചിത്തതയുടെ നിലപാടാണ് ഒരുപക്ഷെ കേരളത്തിന്റെ ഈ സോഷ്യൽ ഫാബ്രിക്കിൽ ഒരു തരത്തിലുമുള്ള വർഗീയ കലാപങ്ങൾക്ക് സാഹചര്യം ഉണ്ടാക്കാത്ത ചരിത്ര വസ്തുവാണ്. നിങ്ങളെ സംബന്ധിച്ച്